പ്രിയമുള്ളവരെ നമസ്കാരം. ഞാൻ അഭിലാഷ് ബാലകൃഷ്ണൻ, ശാന്ത റോയൽ ജെംസ് ആൻഡ് ഡയമണ്ട്സ്. രത്നങ്ങളെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോകളിലെല്ലാം ഞാൻ സംസാരിക്കാറുണ്ട്. എൻ്റെ അറിവ് നിങ്ങളുമായിട്ട് പകർന്നു നൽകാറുണ്ട്. രത്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. രത്നങ്ങൾ എങ്ങനെ ധരിക്കണമെന്നതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഇന്നത്തെ വിഷയം, ഒരു മനുഷ്യൻ അവൻ്റെ വിവിധ ഘട്ടങ്ങളിലൂടെയാണ് അവൻ്റെ ജീവിതം കൊണ്ടുപോകുന്നത്. അതിൽ രത്നങ്ങളുടെ പങ്ക് രത്നശാസ്ത്രം വെച്ച് നോക്കുമ്പോൾ ഒരു വലിയ പ്രാധാന്യമുണ്ടെന്ന് എൻ്റെ അറിവിൻ്റെ ഭാഗമായിട്ട്, എൻ്റെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതിൽ ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്ന രത്നം മരതകമാണ്, എമറോൾഡ്. പ്രകൃതി ഏറ്റവും കൂടുതൽ വരദാനമായി നൽകിയ രത്നമാണ് എമറോൾഡ്. എമറോൾഡിൻ്റെ ഇംഗ്ലീഷ് നാമധേയമാണ് എമറോൾഡ്. മലയാളത്തിൽ മരതകം എന്ന് പറയും. മരതക പച്ച കളറിൽ കാണുന്നൊരു സ്റ്റോണാണ്. നമ്മുടെ അമൂല്യ രത്നങ്ങളിൽ വരുന്ന ഒന്നാണ് എമറോൾഡ്. അപ്പോൾ ഈ എമറോൾഡ് ആര് ധരിക്കണം, എങ്ങനെ ധരിക്കണം എന്നുള്ളതൊരു പ്രധാനമായിട്ടുള്ള ഒരു വിഷയമാണ്. ഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മൾ രത്നങ്ങൾ ധരിക്കുന്നത്. പൊതുവിൽ മരതകമെന്ന് പറയുന്നത് നമ്മൾ ബിസിനസ്സിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട്, ഏത് ബിസിനസ്സാണോ നമ്മൾ ചെയ്യുന്നത് ആ ബിസിനസ്സിൽ ഉയർച്ച ഉണ്ടാകാനും പുതിയ മാർഗങ്ങൾ നമ്മളെ തേടി വരാനും പൊതുവിൽ ധരിക്കുന്ന ഒന്നാണ് എമറോൾഡ്. അത് നിങ്ങളുടെ രാശി നോക്കിയതിന് ശേഷം മാത്രമേ അത് പറയാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് വാസ്തവം. ഞാൻ മരതകത്തിൻ്റെ ഗുണങ്ങളാണ് പറയുന്നത്. ഞാൻ ഓരോ ദിവസവും ഓരോ സ്റ്റോണുകൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ കാറ്റ്സൈ വൈഡൂര്യത്തെ പരിചയപ്പെടുത്തി, ഡയമണ്ടിനെ കുറിച്ച് സംസാരിച്ചു, അക്വാമറിയത്തിനെ കുറിച്ച് സംസാരിച്ചു, യെല്ലോ സഫയറിനെ കുറിച്ച് സംസാരിച്ചു. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് പൊതുവിൽ മരതകത്തെക്കുറിച്ചാണ്. ഈ മരതകം മറ്റ് കല്ലുകളിൽ നിന്ന് ഡിഫറൻ്റായിട്ട് ഇൻക്ലൂഷൻസ് ഉള്ള ഒരു സ്റ്റോണാണ്. വ്യാപാരികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് മരതകം. ഏറ്റവും കൂടുതൽ സുലഭമായിട്ട് ബിസിനസ് കൂടുതൽ നടക്കുന്നത്, മരതകത്തിൻ്റെ ബിസിനസ് കൂടുതൽ നടക്കുന്നത് ഇന്ത്യയിലാണ്. ഓൾ ഓവർ ദ വേൾഡ് എല്ലാ രാജ്യക്കാരും മരതകത്തെ അത്രയും പ്രീഷ്യസ് ആയിട്ട് സ്നേഹിക്കുകയും അതിനെ കാണുകയും ചെയ്യുന്നുണ്ട്. ഈ മരതകം നേർത്ത പഞ്ഞിക്കെട്ട് പോലെ സ്റ്റോണിൽ രൂപാന്തരം കൊണ്ട് ആ സ്റ്റോണ് നമ്മുടെ ഭൂമിയുടെ ഒരു ചിത്രമായിട്ട് മാറുന്ന രീതിയിലാണ് ഈ മരതകത്തിൻ്റെ ഉൾവശം കാണാൻ സാധിക്കുന്നത്. ദാമ്പത്യ ജീവിതത്തിൽ അലോസരങ്ങളുണ്ടാവാം, ദാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടാവാം, പിണക്കങ്ങളുണ്ടാവാം. അതിനെയൊക്കെ ഒരു പരിധിയിൽ കൂടുതൽ ഈ മരതകം തടഞ്ഞു നിർത്താറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ മരതകത്തെക്കുറിച്ച് പറയുമ്പോൾ കൂടുതലായിട്ട് പറയേണ്ടതായിട്ടുണ്ട്. മരതകം എന്ന് പറയുന്നത് ദൈവികമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ പ്രതിഷ്ഠിക്കാൻ വേണ്ടിയിട്ട്, ഗണപതി ഭഗവാനെ പ്രതിഷ്ഠിക്കാൻ വേണ്ടിയിട്ട് മരതകത്തിലാണ് പ്രതിഷ്ഠിക്കുന്നത്. മരതകപ്പച്ച അത്രയും അമൂല്യമായിട്ട് ഹിന്ദു ഗ്രന്ഥങ്ങളിൽ മരതകത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മരതകം നമ്മുടെ കയ്യിൽ ധരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മരതകത്തിൻ്റെ സ്വാധീനം നമ്മളിലേക്ക് വരുന്നത്, ഇത് ഏറ്റവും കൂടുതൽ നമ്മുടെ ശരീരത്തിലേക്ക് പ്രകാശത്തിൻ്റെ എനർജിയെ, പ്രകാശം കല്ലിലേക്ക് പതിച്ചുണ്ടാകുന്ന എനർജിയെ വളരെ പെട്ടെന്ന് നമ്മുടെ ശരീരത്തിലേക്ക് അത് ഫോർവേഡ് ചെയ്യിപ്പിക്കും. 100-ൽ 35% പേർക്കും മരതകം കറക്റ്റായിട്ട് യോജിക്കത്തില്ല. ഈ 35% ആൾക്കാർക്ക് എന്തുകൊണ്ട് യോജിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മരതകം ഇന്നിട്ടാൽ നാളെ തൊട്ട് അവർക്ക് ബുദ്ധിമുട്ടുകളായിരിക്കും. പക്ഷേ ഇത് ഒരു മാസം നമ്മുടെ കയ്യിൽ കിടക്കുമ്പോഴാണ് ഇതിൻ്റെ പ്രവർത്തനം കൃത്യമായിട്ട് നടക്കുന്നത്. ഇത് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. നമ്മൾ ധരിച്ചു, ഒരു 5 ദിവസം കഴിയുമ്പോൾ എൻ്റെ കയ്യിൽ കിടക്കുന്നത് മരതകമാണ്. ഞാൻ ഇട്ടിരിക്കുന്നത് ബെർലിയൻ മരതകമാണ്, എമറോൾഡാണ്. എൻ്റെ ബിസിനസ്സിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് എൻ്റെ രാശിപ്രകാരം എനിക്ക് ധരിക്കാൻ വേണ്ടിയിട്ടുള്ളത് കൊണ്ടാണ് ഞാനിത് ധരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഗുണം എനിക്ക് അനുഭവമാണ്. അപ്പോൾ നമ്മൾ ഓരോ സ്റ്റോൺസും നമ്മുടെ ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ദാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നവർക്ക്
ദാമ്പത്തികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ അലട്ടുന്നവർക്ക് രക്തശാസ്ത്രത്തിൽ വിവിധ ഇനം രക്തങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നാണ് മരതകം, അതിലൊന്നാണ് വജ്രം. ആകർഷണീയത ഏറ്റവും കൂടുതലുള്ളതാണ് വജ്രം, ഡയമണ്ടിന്. പക്ഷേ ഇവിടെ വരുമ്പോൾ മരതകം എന്ന് പറയുന്നത് അവൻ്റെ അഭിവൃദ്ധി, അവൻ്റെ ബിസിനസ് പരമായിട്ട് സ്വയം തൊഴിൽ, അല്ലെങ്കിൽ അയാൾ ജോലിയിലിരിക്കുന്നെങ്കിൽ അയാളുടെ പ്രൊമോഷൻ, സ്ഥാനക്കയറ്റം, ഇങ്ങനെയുള്ള ഘട്ടങ്ങളിലൂടെ കടന്നു വരാൻ വേണ്ടിയിട്ട് ഈ കല്ലിൻ്റെ അനുഗ്രഹം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ എനിക്കിന്ന് പ്രധാനപ്പെട്ടതായിട്ട് നിങ്ങളോട് പറയാനുള്ളത്, എനിക്ക് കിട്ടുന്ന ഗ്രഹനില എന്ന് പറയുന്നത്, ഞാൻ ആ ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങൾ വെച്ചിട്ട്, ഞാനൊരു ജ്യോത്സ്യനല്ല, ഞാൻ വീണ്ടും പറയുകയാണ്, ഞാൻ ജ്യോത്സ്യനല്ല. എൻ്റെ പരിമിതമായ അറിവിൽ ഞാൻ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ആ വിഷയങ്ങളെക്കുറിച്ച് സംസാരിച്ച്, നമ്മുടെ ശാന്തം ഗ്രൂപ്പ് ഒരു സ്റ്റോൺ ഒരാൾക്ക് കൊടുത്താൽ ആ കൊടുക്കുന്ന സമയം മുതൽ നമ്മൾ റെസ്പോൺസിബിലിറ്റിയാണ്. ആ റെസ്പോൺസിബിലിറ്റി ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ കൃത്യമായിട്ടുള്ള വിശകലനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഒരാൾക്ക് സ്റ്റോൺ കൊടുക്കാറുള്ളൂ. അവർ നമ്മളിലേക്ക് കൃത്യമായിട്ട് നമുക്ക് തരുന്ന ഡേറ്റ് ഓഫ് ബർത്തും ടൈമും അവരുടെ ജന്മസ്ഥലവും അവരുടെ ഭാരമൊക്കെ തരുമ്പോൾ നമ്മൾ അതനുസരിച്ച് വ്യക്തമായ പഠനം നടത്തി അതിൽ കൃത്യമായിട്ട് ഏറ്റവും അനുയോജ്യമായ സ്റ്റോൺ, നമ്മൾ കൊടുക്കുന്ന സ്റ്റോൺസ് അവർക്ക് ആ ജീവനാന്തം യൂസ് ചെയ്യാനുള്ള സ്റ്റോൺസാണ് നമ്മൾ കൊടുക്കുന്നത്. ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്റ്റോൺസ് അതേ ക്വാളിറ്റിയിലാണ് കൊടുക്കുന്നത്. അപ്പോൾ ക്വാളിറ്റിയിൽ കൊടുക്കുമ്പോൾ അതിൻ്റെ റേറ്റ് കറക്റ്റായിട്ട് മറ്റ് രീതികളിൽ അപേക്ഷിച്ച് കൂടുതലായിരിക്കും. അപ്പോൾ ഓരോ ക്യാരറ്റിനും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു തരാം. നമുക്ക് ഒരു സ്റ്റോണ് നമ്മുടെ കയ്യിലേക്ക് വരുന്നത് വിവിധ രാജ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന സ്റ്റോണുകളാണ്. ഇത് നമ്മുടെ കയ്യിലേക്ക് വരുമ്പോൾ നാച്ചുറൽ ക്വാളിറ്റി എന്നുള്ള രീതിയിൽ ഒരു ഹൈ ക്വാളിറ്റി സ്റ്റോൺസ് വരണമെന്ന് പറഞ്ഞാൽ അത് വളരെ പ്രയാസകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വില കൊടുക്കേണ്ടി വരും. ഈ വില കൊടുത്ത് നമ്മളിത് ധരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും നമ്മുടെ പ്രയാസങ്ങൾ മാറുന്നതിനുമാണ് നമ്മൾ എന്ത് കാര്യവും, ഇപ്പം പൂജ ചെയ്യുന്നതായാലും ശരി, നമ്മൾ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതായാലും ശരി, നമ്മൾ രത്നം ധരിക്കുന്നതായാലും ശരി, അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ ബേക്കിൽ നിന്ന് പോകുന്നതെല്ലാം അതല്ലേ. ബുദ്ധിമുട്ടില്ലാതെ എല്ലാവരും സന്തോഷത്തോടു കൂടി ഇരിക്കണമെങ്കിൽ ആരും ഒരിടത്തും പോകത്തില്ലല്ലോ. അതിൽ ചില റെമഡീസ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടതായിട്ടുള്ളൊരു മാറ്റം ഉണ്ടാക്കുക തന്നെ ചെയ്യും. ആ മാറ്റങ്ങളാണ് ഞാൻ കൊടുക്കുന്ന രത്നങ്ങളിലൂടെ ആ മാറ്റങ്ങളാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാര്യം രത്നങ്ങൾ ധരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഗുണം എന്താണെന്ന് ധരിച്ച ഒരാൾ വന്ന് പറയുമ്പോൾ അത് നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ട്. ഇന്ന് ഞാൻ എന്നെ ഒരാൾ വിളിച്ചിട്ട് അയാൾ കുറേ നേരം എന്നോട് സംസാരിച്ചു. വളരെ സന്തോഷകരമായ സംസാരമായിരുന്നു. പുള്ളി ഒരുപാട് കാര്യങ്ങൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു. പുള്ളിയുടെ നക്ഷത്ര പ്രകാരം പുള്ളിക്ക് ധരിക്കാനുള്ള സ്റ്റോൺസ് ഉണ്ട്. യെല്ലോ സഫയർ പുള്ളിക്ക് ധരിക്കാം, റൂബി ധരിക്കാം, റെഡ് കോറലും പുള്ളിക്ക് ധരിക്കാം. ഈ മൂന്നും ധരിക്കാം. അതിൽ ഏറ്റവും കൂടുതൽ റൂബിയും യെല്ലോ സഫയറും ധരിക്കുന്നതാണ് ഉത്തമം. അപ്പം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ പറയുന്നത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ആ ധരിക്കുമ്പോണ്ട്. പക്ഷേ പുള്ളിക്ക് ഡയമണ്ട് ധരിക്കേണ്ട ആഗ്രഹമുണ്ട്. അഭിലാഷ്, ഈ ഡയമണ്ട് ധരിക്കാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹമുണ്ട്, എനിക്ക് ഡയമണ്ട് സാധിക്കും. ഗ്രഹനില പ്രകാരം അദ്ദേഹത്തിൻ്റെ ഡയമണ്ട് ധരിക്കാൻ സാധിക്കില്ല. ഡയമണ്ട് ധരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ബിസിനസ്സിനും അയാളുടെ കുടുംബജീവിതത്തിനും ബുദ്ധിമുട്ടുണ്ടാകും. ധരിക്കാനുള്ളവർക്ക് മാത്രമേ, ഡയമണ്ട് ധരിക്കാൻ കഴിയാത്ത ഒരാൾക്ക് ഡയമണ്ട് ധരിക്കാൻ വേണ്ടി കൊടുക്കാറില്ല. നമുക്കൊരാൾക്ക് ആവശ്യമായ സ്റ്റോണാണ് നമ്മുടെ ശാന്തം റോയൽ ജെംസ് ആൻഡ് ഡയമണ്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാര്യം എന്നെ വിളിക്കുന്ന ആൾക്കാരുടെ അടുത്തെല്ലാം എനിക്ക് മറുപടി പറയാനും ഞാൻ ഓരോന്നിങ്ങനെ വീണ്ടും പഠിക്കാനുള്ള അവസരം കൂടി കിട്ടുക. അപ്പോൾ ഞാൻ കൊടുക്കുന്ന കാര്യങ്ങൾക്കുള്ള റെസ്പോൺസിബിലിറ്റി ശാന്തം റോയൽ ജെംസ് ആൻഡ് ഡയമണ്ട്സിനാണ്. ആ റെസ്പോൺസിബിലിറ്റി ഞങ്ങൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. എൻ്റെ അമ്മയുടെ പേരാണ് ശാന്ത. അതുകൊണ്ടാണ് ശാന്തം റോയൽ ജെംസ് ആൻഡ് ഡയമണ്ട്സ് എന്ന് ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ശാന്തം ഗ്രൂപ്പ്സിൻ്റെ പേര്. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയെപ്പോലെ കരുതലുള്ള ഒന്നും ഈ ലോകത്തില്ല. അതുപോലെ തന്നെയാണ് എനിക്ക് രത്നങ്ങളെന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അത്രയും കരുതലും അത്രയും സ്നേഹത്തോടെ കാണുന്നതാണ്. അതിൻ്റെ ഗുണം എന്താണെന്ന് എനിക്ക് സമൂഹത്തോട് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഒരു വീഡിയോ കൊണ്ടോ 2 വീഡിയോ കൊണ്ടോ സാധിച്ചെന്ന് വരില്ല. പക്ഷേ അത് കൃത്യമായിട്ട് അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച്
അണിയുന്നവർ തന്നെ അതിൻ്റെ അനുഭവസ്ഥരായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം വളരെ വലുതാണ്. അപ്പോൾ ഈ മരതകം ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്നുണ്ടെങ്കിൽ രാശിപ്രകാരം നിങ്ങൾക്ക് കൃത്യമായ അനുകൂലതകളിൽ ബുധൻ്റെ അനുകൂലതയും മറ്റു കാര്യങ്ങളൊക്കെ അത് ജ്യോത്സ്യമായിട്ട് ചോദിച്ചാൽ മതി. പക്ഷേ എമറോൾഡ് ധരിക്കണമെന്നൊരാൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, മരതകമാണ് ഒരാൾക്ക് ധരിക്കേണ്ടതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഉയർച്ചയുടെ ഭാഗമാണ്. അത് നിങ്ങളുടെ ബിസിനസ്സിനെ പരിപോഷിപ്പിക്കുന്ന രീതിയിലേക്കുള്ളൊരു മാറ്റം മരതകത്തിൻ്റെ ഭാഗത്തിൽ നിന്നുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെയാണ് പറയുന്നത്. ഇന്ന് ഞാൻ മരതകത്തെക്കുറിച്ച് പറയാനും പ്രധാനപ്പെട്ട കാര്യം, ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ബിസിനസ്സിൽ അഭിവൃദ്ധി വേണം, ബിസിനസ്സിൽ ഇത് വേണം. പക്ഷേ അവർക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്ന, ബിസിനസ്സിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഉള്ള സ്റ്റോണായിട്ട് പ്രകൃതി നമുക്ക് നൽകിയിരിക്കുന്ന മരതകമാണ്. നമ്മുടെ സമയവും നമ്മുടെ രാശിയും നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കും. പക്ഷെ പ്രകൃതിക്ക് കൃത്യമായിട്ട് ഓരോന്നിനും ഓരോ ധാരണയുണ്ട്. പ്രകൃതിയുടെ കലവറയിൽ വളരെ ഭദ്രമായി സൂക്ഷിച്ചിരിക്കുന്ന ഇതൊക്കെ വിവിധ ഘട്ടങ്ങൾ, നമ്മളിപ്പോൾ അന്തരീക്ഷം പറയില്ലേ, അന്തരീക്ഷത്തിൽ നമ്മൾ നോക്കുമ്പോൾ സ്ട്രാറ്റോസ്ഫിയർ, എക്സോസ്ഫിയർ, അയണോസ്ഫിയർ എന്ന് പറഞ്ഞ വിവിധ ഘട്ടങ്ങളിലൂടെയല്ലേ പോകുന്നു. ഇപ്പോൾ ഫ്ലൈ ചെയ്യുന്ന സ്ഥലം സ്ട്രാറ്റോസ്ഫിയർ, എക്സോസ്ഫിയറിന് അയണോസ്ഫിയറിന് ഇടയിലൊരു സ്ഥലം, ഇതൊക്കെ അന്തരീക്ഷത്തിലുണ്ട്. നമ്മൾ കാണുന്നുണ്ടോ? നമ്മുടെ ഓസോൺ പാളി കാണുന്നുണ്ടോ? കാണുന്നില്ല. ഗാമ, ബീറ്റ റേഡിയേഷൻ തരംഗങ്ങൾ നമ്മൾ കാണുന്നുണ്ടോ? കാണുന്നില്ല. പക്ഷെ അതെല്ലാം ഉണ്ടെന്നുള്ളത് സത്യമാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ രക്തങ്ങളിൽ പ്രകാശം വരുമ്പോൾ അതിനുണ്ടാകുന്ന എനർജി. ഓരോ രക്തങ്ങളിലും, അത് വേറൊരു സബ്ജക്റ്റായിട്ട് ഞാൻ പറയാൻ വച്ചിരിക്കുകയാണ്, ഓരോ രക്തങ്ങളിലും അടങ്ങിയിട്ടുള്ള മൂലകങ്ങൾ, അതിൻ്റെ കണ്ടൻറ്റ്, അതിനെക്കുറിച്ചൊരു നല്ല ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. ഇതിന് കളർ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഇത് എന്താണ് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഇതൊക്കെ ഞാൻ കൃത്യമായിട്ട് അങ്ങോട്ട് വരാം. അപ്പം ഞാൻ ഓരോന്നിനെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് കരുതലായിട്ട് പ്രകൃതി തന്നിരിക്കുന്നു. അതിൽ ഇന്ന കാര്യങ്ങൾ പ്രകൃതി വെച്ചിട്ടുണ്ട്. സമയത്തിൻ്റെ ആനുകൂല്യത നമുക്ക് വരുമ്പോൾ ദൈവം അതേ സ്ഥാനത്തേക്ക് നമുക്ക് ഇതിനെ കൊണ്ട് തരിക എന്നുള്ളതാണ്. ഇപ്പോൾ എമറോൾഡ് ധരിക്കണമെന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലൊരു എമറോൾഡ് ധരിക്കുക എന്നുള്ളതാണ്. അവൻ 1 ക്യാരറ്റ് 2 ക്യാരറ്റ് ഇട്ടിട്ട് എമറോൾഡ് ധരിച്ചിട്ട് അവന് ഗുണം കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അത് ശുദ്ധ അസംബന്ധമാണെന്നേ ഞാൻ പറയുള്ളൂ. അതുകൊണ്ട് 2 ക്യാരറ്റ് ധരിക്കുന്നവരും 3 ക്യാരറ്റ് ധരിക്കുന്നവരും 1 ക്യാരറ്റ് ധരിക്കുന്നവരൊന്നും മോശക്കാരെന്നല്ല. അത് കൃത്യമായിട്ട് നമ്മൾ രക്തങ്ങൾ ധരിക്കുമ്പോൾ, ഞാൻ രക്തങ്ങളെക്കുറിച്ച് മാത്രമേ പറയുള്ളൂ. എനിക്ക് വേറൊരു സബ്ജക്റ്റിനെ കുറിച്ച് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ രക്തങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാമെന്നുള്ളതുകൊണ്ട് ഞാൻ പഠിച്ചിട്ടുള്ളത് വെച്ച് ഞാൻ രക്തങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ആ രക്തങ്ങൾ നമുക്കുണ്ടാക്കുന്ന, നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന എനർജി എന്താണെന്ന് അത് കൃത്യമായിട്ട് ധരിക്കുമ്പോഴേ അത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിലൊരു എനർജി ഉണ്ട്. 1 ക്യാരറ്റിൻ്റെ ഡയമണ്ട് ഒരാൾ ധരിക്കുമ്പോൾ അയാളുടെ ശരീരത്തിലേക്ക് ഉണ്ടാകുന്ന എനർജി എന്താണ് എന്നത് അയാൾ ധരിക്കുന്ന ആളുടെ അടുത്ത് ചോദിച്ചാൽ മാത്രമേ അത് മനസ്സിലാവുള്ളൂ. ഒരു ക്യാരറ്റ് ഡയമണ്ട് ധരിക്കാൻ പാടില്ലാത്ത ഒരാളാണ് ധരിക്കുന്നെങ്കിൽ അയാൾക്ക് തലകറക്കം ഉണ്ടാവും. അത് നിങ്ങൾ ധരിച്ച് നോക്കിയിട്ട് വേണം അതിൻ്റെ മറുപടി കൃത്യമായിട്ട് മനസ്സിലാക്കാൻ. നമ്മുടെ ശരീരം, നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾ കൊടുക്കുന്ന എനർജിയുടെ അളവ് അത് കൃത്യമായ സമയങ്ങളിൽ ഡിഫറൻ്റ് ആയിരിക്കും. എന്തായാലും ഇന്ന് ഞാൻ മരതകത്തെക്കുറിച്ച് പറയുന്നു. മരതകത്തിൻ്റെ ഉപയോഗം, നമുക്ക് മരതകം പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതാണ്. ആ പ്രകൃതി നമുക്ക് എന്ത് ഉപയോഗത്തിനാണ്? നമ്മുടെ ജീവിതത്തിലെ ബിസിനസ് സംബന്ധമായിട്ടുള്ള ഉയർച്ചയിലേക്കും നമ്മുടെ ഒരു അഭിവൃദ്ധിക്കും മരതകം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോണാണെന്നുള്ള അടിസ്ഥാനപരമായ കാര്യമാണ് ഞാൻ മരതകത്തിൻ്റെ കളർ ഉൾപ്പെടെ പറഞ്ഞത്. മരതകത്തെക്കുറിച്ച് പറയാൻ ഇനി ഒരുപാടുണ്ട്. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.